വാർത്തയിലേക്ക് വിശദമായി. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFI വാദങ്ങൾ തള്ളി കേരള സർവകലാശാല VC. നിഖിൽ 6 സെമസ്റ്ററും MSM കോളേജിൽ പഠിച്ചു. കേരളയിൽ 75% ഹാജരുള്ളയാൾ എങ്ങനെ കലിംഗയിൽ പോയെന്നും പ്രിൻസിപ്പൽ സർവകലാശാലയിലെത്തി വിശദീകരണം നൽകണമെന്നും നിഖിലിന്റെ MCOM പ്രവേശനത്തിൽ കോളേജിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഇവിടെ പഠിച്ചയാളാണ്. 75% കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അയാൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സെമസ്റ്ററിൽ അയാൾ എല്ലാ പരീക്ഷയും പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ സെമസ്റ്റർ തൊട്ട് എനിക്ക് തോന്നുന്നു കുറേശ്ശെ ഉഴപ്പി പരീക്ഷ തോറ്റിട്ടുണ്ട്. ഇനി കുറച്ച് സെമസ്റ്ററുകളെ ബാക്കിയുള്ളൂ. അത് മുഴുവൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് പാസ്സാകാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ MSM കോളേജ് ഈ കുട്ടിയെ പഠിപ്പിച്ച കോളേജാണ്. ഈ കുട്ടി തോറ്റതാണെന്ന് ആ കോളേജിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ MCOMന് അവർ ചേർക്കുമ്പോൾ അവരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. അത് കോളേജ് വിശദീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് ഈ കുട്ടിയെ അവർ ചേർത്തതെന്ന്. വേറൊരു കോളേജാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് നമുക്ക് പറയാം അവർക്കറിയില്ല എന്നുള്ളതാണ്. കാരണം MCOMും BCOMും ഒരേ സബ്ജക്റ്റാണ്. BCOMിൻ്റെ അധ്യാപകർ തന്നെയാണ് MCOM പഠിപ്പിക്കുന്നത്. അവരുടെ സീനിയർ പ്രൊഫസറായിരിക്കും MCOMന് പഠിപ്പിക്കുക, ജൂനിയർ ആയിരിക്കും BCOMന് പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് കോളേജ് അതീവ ഗുരുതരമായ വീഴ്ച നടത്തിയിട്ടുണ്ട്. കുട്ടി ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് വലിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കലിംഗ യൂണിവേഴ്സിറ്റിയോട് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ കലിംഗ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കണം. ഇനി അതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ. അതേസമയം കലിംഗ സർവകലാശാലയിൽ നിന്ന് ലഭിച്ചു എന്ന് നിഖിൽ അവകാശപ്പെടുന്ന പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന്റെയും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെയും പകർപ്പ് പുറത്തുവന്നു. നിഖിൽ തോമസ് 2020 കലിംഗയിൽ നിന്ന് BCOM പാസ്സായെന്നാണ് സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുകയാണ്. ഐശ്വര്യ, കെട്ടിപ്പടുക്കിയ കള്ളങ്ങൾ ഓരോന്നും പൊളിയുകയാണ്. രാവിലെ പറഞ്ഞത് SFI സംസ്ഥാന സെക്രട്ടറിക്ക് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ VCയുടെ വിശദീകരണത്തോടു കൂടി ലഭിക്കുകയാണ്. എന്താണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? രേണുക, രാവിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ആധികാരികത വരുത്തിക്കൊണ്ടാണ് കേരള VC മോഹൻ കുന്നുമ്മൽ മാധ്യമങ്ങളെ കണ്ടത്. അതായത് രാവിലെ ആർഷോ പറഞ്ഞത് ഈ നിഖിൽ അവിടെ 3 വർഷം പഠിച്ചിരുന്നില്ല, 1 വർഷം പഠിച്ച് പിന്നീട് അവിടെ നിന്ന് TC വാങ്ങി അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി മാറിപ്പോവുകയാണ് ചെയ്തത്. കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോയി ബിരുദം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നായിരുന്നു. പക്ഷേ കേരള സർവകലാശാല VC സ്ഥിരീകരിച്ചത് നിഖിൽ 6 സെമസ്റ്ററുകളും പഠിച്ചിരുന്നു, 6 സെമസ്റ്ററുകളിലും പരീക്ഷ എഴുതിയിരുന്നു, എഴുതിയ പരീക്ഷകളിൽ പലതും തോൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയിലും സംശയമുണ്ട് എന്ന് കേരള VC മോഹനൻ കുന്നുമ്മൽ പറയുകയുണ്ടായി. ഈ കലിംഗ സർവകലാശാലയിൽ ഇപ്പോൾ സെമസ്റ്റർ സിസ്റ്റമാണുള്ളത്. ഈ സർട്ടിഫിക്കറ്റിലുള്ളത് ആനുവൽ സ്കീമാണ്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് കലിംഗ സർവകലാശാലയാണ് അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും കേരള സർവകലാശാലയുടെ പരീക്ഷകളെല്ലാം നിഖിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ MSM കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് VC സ്ഥിരീകരിക്കുകയാണ്. കാരണം ഈ MSM കോളേജിൽ തന്നെയാണ് BCOMന്റെ 3 വർഷവും നിഖിൽ പഠിച്ചത്. എന്തുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ച് പിന്നീട് അത് ആ പരീക്ഷകളിലെല്ലാം തോറ്റു എന്ന് അറിഞ്ഞിട്ടും പിന്നീടും MCOMന് നിഖിലിന് എങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി, എന്തുകൊണ്ട് അധ്യാപകർ അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് VC ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ കോളേജ് ഇതിന് മറുപടി പറയേണ്ടി വരും. കലിംഗ യൂണിവേഴ്സിറ്റിയുടേത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാനാണ് സാധ്യത എന്നുള്ള സംശയം കൂടി VC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് പരിശോധിക്കേണ്ടത് കലിംഗ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഒരേ സമയം 2 ഡിഗ്രി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതായത് കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതണമെങ്കിൽ 75% അറ്റൻഡൻസ് വേണം. ഇവിടെ 6 സെമസ്റ്ററുകളിലും നിഖിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 25% മാത്രം ഹാജർ നില മതിയെങ്കിൽ മാത്രമേ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ ഈ നിഖിലിന് പരീക്ഷ എഴുതാനാവുകയുണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യങ്ങളിൽ കലിംഗ സർവകലാശാല തന്നെ വിശദീകരിക്കണം. അല്ലാത്ത പക്ഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് കേരള സർവകലാശാല VC വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ 2 സർവകലാശാലകളിലും ഡിഗ്രി ചെയ്ത കാലയളവ് 2017-20
കാലയളവിലാണ് ഡിഗ്രി പഠിച്ചത് നിഖിൽ. അതും രാവിലെ ആർഷോ പറഞ്ഞതിൽ ഈ അത്തരത്തിലല്ല ആർഷോ പറഞ്ഞിരുന്നത്. ആർഷോ പറഞ്ഞതിനെ പൂർണ്ണമായും തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് VC സംസാരിച്ചത്. ഈ കലിംഗ സർവകലാശാല എന്തായാലും ബന്ധപ്പെടാൻ തന്നെയാണ് കേരള സർവകലാശാലയുടെ തീരുമാനം. ഈ നിഖിലിന്റെ M.Com അഡ്മിഷനും റദ്ദാക്കും. എന്തായാലും ഈ കോളേജിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത്. കാരണം കോളേജ് ഐശ്വര്യ, ഈ VCയുടെ വിശദീകരണത്തോടു കൂടി കോളേജാണ് ഇനി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് എന്ന് വന്നിരിക്കുന്നു. നേരത്തെ തന്നെ ചില സമ്മർദ്ദങ്ങൾ കോളേജിന് മുകളിൽ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്, അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിഖിലിന് അഡ്മിഷൻ കൊടുത്തത് എന്ന് വിശദീകരിക്കേണ്ടി വരുമോ ഇനി കോളേജ് അധികൃതർ? സ്വാഭാവികമായും കോളേജ് ഇതിലൊരു വിശദീകരണം നൽകേണ്ടി വരും. കാരണം അതേ കോളേജിൽ 3 വർഷം 2017-20 കാലയളവിൽ ഡിഗ്രി പഠിച്ചു. പക്ഷെ അവിടെ നിന്ന് പാസ്സാകാത്ത ഒരു വിദ്യാർത്ഥിക്ക് തുടർന്നു വന്ന വർഷത്തിൽ എങ്ങനെയാണ് M.Com-ന് അഡ്മിഷൻ നൽകിയത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് സ്വാഭാവികമായും ഔദ്യോഗികമായി കേരള സർവകലാശാല വിശദീകരണം തേടും. കോളേജ് വിശദീകരണം നൽകേണ്ടിയും വരും. അതിനുശേഷം ഈ വിശദീകരണം എന്താണ് എന്ന് പരിശോധിച്ച ശേഷം കർശന നടപടിയെടുക്കാൻ തന്നെയാണ് സർവകലാശാലയുടെ തീരുമാനം. രേണുക, തീർച്ചയായും വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി ഇത് മാറുകയാണ്. SFI ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അങ്ങനെ പരിശോധന ഇതുവരെ നടത്തിയ പരിശോധനയെ അടിസ്ഥാനമാക്കി SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പല കാര്യങ്ങളും ആധികാരികമായൊക്കെ പറയുന്നുണ്ടായിരുന്നു. രാവിലെ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടുന്ന സാഹചര്യമാണ്. SFI പിരിച്ചുവിടണം എന്നതാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ SFI ആകെ തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുകയാണ്. തീർച്ചയായും. പക്ഷേ ഈ രാവിലെ തന്നെ അതായത് SFI നിഖിലിനെ പിന്തുണച്ചു എങ്കിൽ പോലും പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകാൻ SFI നേതൃത്വം തയ്യാറായിരുന്നില്ല. കാരണം ഈ ഹാജർ നില അടക്കം പരിശോധിക്കണമെന്ന് രാവിലെ തന്നെ ആർഷോ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ആ ഒരു വാദം മുന്നോട്ട് വെച്ച് പ്രതിരോധം തീർക്കാനാണ് SFIയുടെ തീരുമാനം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ അതായത് നിലവിൽ ഈ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ ക്രമക്കേട് നിഖിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഈ UUC ആയതടക്കമുള്ള കാര്യങ്ങളിൽ SFI രാവിലെ ഇത്തരത്തിൽ നിഖിലിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായും ആർഷോ പറഞ്ഞ കാര്യങ്ങൾ പോലും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് VC കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ SFI പ്രതിരോധത്തിലാവുകയാണ്. ഒരുപക്ഷെ ഈ SFI അതിനുശേഷം നടത്തിയത് അല്പസമയം മുൻപ് നടത്തിയ പ്രതികരണങ്ങൾ പോലും അത്തരമൊരു കാര്യം വ്യക്തമാണ്. പക്ഷെ അപ്പോഴും ഈ ഹാജർ നില പരിശോധിക്കണം എന്നുള്ള വാദം ഉയർത്തി തന്നെയാണ് ഇപ്പോഴും SFI പ്രതിരോധം തീർക്കുന്നത്. ശരി, എന്തായാലും വലിയ വിവാദങ്ങൾ ഉയർത്ത സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ഐശ്വര്യ, ഇതിൽ സർവകലാശാല VC കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുന്നു, 75% അറ്റൻഡൻസ് ഉള്ള ഒരാൾ ആ കാലയളവിൽ മറ്റൊരു സർവകലാശാലയുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് എങ്ങനെ സ്വന്തമാക്കും, എങ്ങനെ ആ കോഴ്സ് ചെയ്യും, അവിടെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് അവിടെ തുടർന്നും പഠിപ്പിക്കുന്നത്. അത് അവർക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ്. മറ്റൊരു കോളേജാണെങ്കിൽ അങ്ങനെ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്നൊരു സാധ്യതയെങ്കിലും പറയാമായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു, എങ്ങനെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുമെന്ന്. അപ്പോൾ കോളേജിന്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ഈ തട്ടിപ്പിന് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരുപക്ഷെ വഴങ്ങി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം കോളേജിന് മേൽ അത്തരം ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയല്ലേ ഈ സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? രേണുക, കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇനി മറുപടി പറയേണ്ടത് കോളേജ് അധികൃതർ തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണ് നിഖിലിന് അഡ്മിഷൻ നൽകിയത് എന്നുള്ള കാര്യം ഒരുപക്ഷെ കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. കാരണം BCom പഠിക്കുന്നു, അതിനുശേഷം BCom പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് M.Com പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ വിദ്യാർത്ഥിയെ തിരിച്ചറിയേണ്ടിയിരുന്നു. അതെന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് VC മുന്നോട്ട് വെച്ചത്. അതിന് കോളേജ് മറുപടി നൽകേണ്ടി വരും. അതുമാത്രമല്ല, മറ്റു പല ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കോളേജിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്നുണ്ട്. ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങളിൽ കൂടി സർവകലാശാല വിശദീകരണം തേടും. അങ്ങനെയാണെങ്കിൽ ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ കോളേജിനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്.
ശരി, എന്തായാലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആകെ നാണം കെടുത്തുന്ന തരത്തിൽ മാറിയിരിക്കുകയാണ് MSM കോളേജിലെ നിഖിലിന്റെ MCOM പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. കലിംഗ യൂണിവേഴ്സിറ്റി അവർ അങ്ങനെ ഒരു കോഴ്സില്ല, അവരങ്ങനെ ഒരു ആള് പഠിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കോളേജിനാണ് ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന നിലയിലാണ് VCയുടെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് വിവാദത്തെ വീണ്ടും ന്യായീകരിച്ച SFI. രാവിലെ പ്രതികരിച്ചത് സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ശേഷമെന്ന് PM ആർഷോ. നിഖിലിന് SFI ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആർഷോ വ്യക്തമാക്കി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ആരോപണം ഇതൊരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച വിവരമാണ് രാവിലെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കാൻ സാധ്യമാകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളാൽ സാധ്യമാകുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് പരിശോധിക്കുക, അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട സർവകലാശാലയിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് ആ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് വസ്തുതയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുക. ഇവയെല്ലാം പരിശോധിച്ച ഘട്ടത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ പറഞ്ഞ സർവകലാശാലയിൽ സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആണെന്നും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തതും എന്നുള്ളതാണ്. ആ വാദമാണ് ഞങ്ങൾ രാവിലെ ഉന്നയിച്ചത്. അത് ഞങ്ങൾക്ക് ആ ഘട്ടത്തിലും ഇപ്പോഴും കേരള VC ഉൾപ്പെടെ പറയുന്ന ഘട്ടത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബോധ്യം അതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അങ്ങോട്ട്, നിങ്ങൾ ഇങ്ങോട്ടല്ല, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യമുണ്ട്. അത് കലിംഗ സർവകലാശാലയിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഈ പറഞ്ഞ വിദ്യാർത്ഥി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടെ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് പാസ്സായി എന്നുള്ളത്. ഈ വിദ്യാർത്ഥി അവിടെ അറ്റൻഡൻസ് മതിയായ UGC മാനദണ്ഡ പ്രകാരമുള്ള അറ്റൻഡൻസ് വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം മാധ്യമങ്ങളല്ല, ഞങ്ങളാണ് ആദ്യം ഉന്നയിക്കുന്നത്. കലിംഗ സർവകലാശാലയ്ക്കും SFIയുടെ വിമർശനം. പരീക്ഷ എഴുതിയാൽ മാത്രം സർട്ടിഫിക്കറ്റ് നൽകുന്ന സർവകലാശാലകൾ രാജ്യത്തുണ്ട്. കലിംഗയിലെ ഹാജർ പരിശോധിക്കണമെന്ന് SFI ആണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഇതുപോലെയുള്ള സർവകലാശാലയിൽ SFI പ്രവർത്തകൻ പഠിക്കാൻ പോയത് ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ഇത്തരം സർവകലാശാലകൾക്കെതിരെ അന്വേഷണം നടക്കണമെന്നും അടച്ചുപൂട്ടണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും നിഖില് ഇവിടുന്ന് കലിംഗ സർവകലാശാല തെരഞ്ഞന്വേഷിച്ചു പോയി ആ സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്ത് ആ സർവകലാശാലയിൽ പോയി പരീക്ഷ എഴുതി പോരാനുള്ള അവസ്ഥ എന്തായാലും +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. അത്തരം മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ആ മാഫിയകളുടെ ഇടപെടൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള അന്വേഷണം ഇത്തരം മാഫിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇത്തരം അഡ്മിഷൻ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടക്കണം. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് എങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച് പോകാൻ വേണ്ടി അനുവദിക്കാത്ത നിലയിലേക്കുള്ള നടപടി ഉണ്ടാകണം. കേരള സർവകലാശാല വൈസ് ചാൻസലർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് PM ആർഷോ. ആദ്യമായല്ല VC രാഷ്ട്രീയം കളിക്കുന്നത്. ഇക്കാര്യത്തിൽ DGPക്ക് പരാതി നൽകുമെന്നും ആർഷോ പറഞ്ഞു. അല്ല, VCക്കെതിരെ ഉള്ളൊരു കേസ് ഞാൻ പറഞ്ഞല്ലോ. അല്ല, സമാനമായിട്ടുള്ള ആരോപണം നേരിട്ടുന്ന ഒരാളാണ് VC. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അധിക സംശയത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് VC നിലവിൽ മോഹനൻകുന്ന് VC ഇന്ന് ഈ മോഹനൻകുന്നുമൽ എന്ന് പറയുന്ന ആരോഗ്യ സർവകലാശാലയുടെയും നിലവിൽ കേരള സർവകലാശാലയുടെയും VC ആയിട്ടുള്ള ആള് ആദ്യമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VC രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ അതടക്കം പരിശോധിക്കേണ്ട സാധനമാണ്. അത് വേറെ. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ഞങ്ങൾ എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഈ ഒരൊറ്റ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട അന്വേഷണമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 89-ലെ ഈ പറഞ്ഞ VCയുടെ സർട്ടിഫിക്കറ്റാണ് പറഞ്ഞത്. അപ്പൊ ആ കാലം തൊട്ട് ഈ നിലയിൽ കേരളത്തിന് പുറത്തുള്ള പല സർവകലാശാലകളിലും നിന്നും ഈ നിലയിൽ കോഴ്സിന് അറ്റൻഡൻസ് ഇല്ലാതെ ക്ലാസ്സിൽ പോകാതെ പരീക്ഷ മാത്രം എഴുതി നേടിയ സർട്ടിഫിക്കറ്റുകളുമായി വിവിധ ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ആ സർവകലാശാലകളിലേക്ക് എത്തിക്കുന്ന ഏജന്റുമാര്, മാഫിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിനകത്ത്
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇനി ഇതേപോലൊരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. വിസിയുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി കൂടി പ്രതികരിക്കുകയാണ് SFI സംസ്ഥാന സെക്രട്ടറി. വിസി രാഷ്ട്രീയം കളിക്കുന്നത് ആദ്യമായല്ല എന്ന ആരോപണമാണ് SFI സംസ്ഥാന സെക്രട്ടറി ഉയർത്തുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം നിഖിൽ തോമസിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. MSM കോളേജ് പ്രിൻസിപ്പലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നിഖിലിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. വിവാദം അന്വേഷിക്കാൻ 6 അംഗ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും നിഖിൽ തോമസിനെ കോളേജ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണ വിധേയമായാണ് ഇപ്പോൾ സസ്പെൻഷൻ. നിഖിലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോളേജ് അറിയിച്ചിരിക്കുന്നു. വിവാദം അന്വേഷിക്കാൻ 6 അംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അന്വേഷണ സമിതി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാവുക. സംസ്ഥാനത്ത് വ്യാപക തട്ടിപ്പാണ് SFI നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തട്ടിപ്പിന് കുടപിടിക്കുന്നത് CPM ആണ്. സർട്ടിഫിക്കറ്റ് വ്യാജമല്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും ആരാണ് വിവാദം അന്വേഷിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ചിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ SFI നേതാക്കന്മാർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എത്തിച്ചിരിക്കുന്നത്. അതിനെല്ലാം കുട പിടിച്ചു കൊടുക്കുന്ന CPM നേതാക്കളാണ്. ഈ കായംകുളത്തെ കോളേജിൽ വിളിച്ചതും ഈ കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലറെ വിളിച്ചതും ഒക്കെ CPM നേതാക്കന്മാരാണ്, അറിയപ്പെടുന്ന CPM നേതാക്കന്മാരാണ്. SFI പിരിച്ചുവിടണമെന്ന് രമേശ് ചെന്നിത്തല. സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ ആർഷോയ്ക്ക് എന്ത് അധികാരം? ഇതിനെ ന്യായീകരിക്കാനും MV ഗോവിന്ദൻ വരും. വ്യാജന്മാരുടെ കൂടാരമായി SFI മാറിയെന്നും ചെന്നിത്തല ആരോപിച്ചു. രാവിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് പരിശോധിക്കാനുള്ള എന്ത് അധികാരം? സർവകലാശാലയുടെ VC ആണോ അദ്ദേഹം? സർവകലാശാലയുടെ രജിസ്ട്രാറാണോ അദ്ദേഹമാണോ ഇത് പരിശോധിക്കേണ്ടത്? രാവിലെ അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു കുഴപ്പവുമില്ല, എല്ലാം നീതിപൂർവവും ന്യായപൂർണവുമാണ് അഡ്മിഷൻ നടത്തിയതെന്ന് പറയുന്നു. ഇപ്പൊ കലിംഗ യൂണിവേഴ്സിറ്റി പറയുന്നു ഇങ്ങനൊരു വിദ്യാർത്ഥി ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ VC പറയുന്നു 3 വർഷവും ഇവിടെ തന്നെയാണ് ഈ കുട്ടി റെഗുലർ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ SFI എന്ന സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. PSCയുടെ തട്ടിപ്പ് വന്നാൽ അതിൽ SFI, ഇങ്ങനെ മയക്കുമരുന്ന് പിടിച്ചാൽ അവിടെ SFI, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ SFI, മാത്രമല്ല അനധികൃത നിയമനം നേടിയെടുത്താൽ SFI, കോടതികളിൽ അക്രമം നടന്നാൽ അതിന്റെ പിന്നിൽ SFI. സർക്കാരും പാർട്ടിയും ഇത്തരം ആളുകളെ സംരക്ഷിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി SFI മാറിയിരിക്കുകയാണ്. നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദത്തിൽ കുറ്റം മാനേജറുടെ തലയിൽ കെട്ടിവെച്ച് കോളേജ് ഭരണസമിതി. പ്രവേശനം നടത്തുന്നതിൽ മാനേജർക്ക് വീഴ്ച പറ്റിയത് MSM കോളേജ് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി ഷേഖ് പി ഹാരിസ് പറഞ്ഞു. രേഖകൾ പരിശോധിച്ച് വിലയിരുത്തേണ്ട ഉത്തരവാദിത്തം മാനേജർക്കും പ്രിൻസിപ്പലിനും രാഷ്ട്രീയ ശുപാർശയിലാണ് നിഖിൽ തോമസിന് അഡ്മിഷൻ നൽകിയിട്ടുള്ളതെന്നും ഷേഖ് പി ഹാരിസ് വ്യക്തമാക്കി. അദ്ദേഹം ഇവിടെ ഡിഗ്രിക്ക് പഠിച്ച കാലയളവിൽ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി വന്ന് MCOMന് അഡ്മിഷൻ വാങ്ങുമ്പോൾ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ആദ്യം പരിശോധിക്കേണ്ടത് മാനേജർ തലത്തിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് വീഴ്ച പറ്റി. ആ വീഴ്ചയിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് രാഷ്ട്രീയ നേതാവ് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പളാണ് മറ്റൊരു ഉത്തരവാദി, അദ്ദേഹമാണ് ഇതിന് മറുപടി പറയേണ്ടത്. നിഖിൽ കലിംഗ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് KCS സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. തെറ്റ് ചെയ്തവർക്ക് സംരക്ഷണ കവചമൊരുക്കുകയാണ് SFIയും CPMഉം. ഗവർണറെ കണ്ട് പരാതി നൽകുമെന്നും KSU അറിയിച്ചു.
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇത്തരം SFIയുടെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഏറ്റവും മലീമസമായിട്ടുള്ള രീതിയിൽ, സമീപകാലത്തെ ഏറ്റവും മലീമസമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോവുകയാണ്. SFI നേതാക്കന്മാർ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽപ്പെടുന്നു, മറ്റ് ക്രിമിനൽ കുറ്റങ്ങളിൽ പെടുന്നു. ഇതെല്ലാം പെടുമ്പോഴും അവരെ സംരക്ഷിക്കുന്ന സമീപനവുമായിട്ട് അവർക്ക് സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ട് SFIയും CPM പാർട്ടി നേതൃത്വവും സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, മാതാപിതാക്കൾക്ക്, പൊതുസമൂഹത്തിന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് കേരളത്തിലെ മറ്റ് ക്യാമ്പസുകളിലും SFI നേതാക്കന്മാർ ഇത്തരത്തിൽ ക്രമവിരുദ്ധമായി നേടിയ അഡ്മിഷനുകളെ പറ്റി ഞങ്ങൾ സമഗ്രമായി പഠനം നടത്തുകയാണ്. അതെല്ലാം തെളിവുകൾ എല്ലാം ശേഖരിച്ചതിന് ശേഷം ഞങ്ങൾ കേരളത്തിലെ ഗവർണറെ ഏറ്റവും അടിയന്തരമായി ഏറ്റവും അടുത്ത ദിവസത്തിൽ തന്നെ കണ്ട് ഇതിന്റെ ഗൗരവം ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇതിൽ ഗവർണറുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് KSU ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. വാർത്തകൾ തുടരുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനെതിരായ പോക്സോ കേസ് ആരോപണത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ ആക്രമണം ശക്തമാക്കി പ്രതിപക്ഷം. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഗോവിന്ദനും ദേശാഭിമാനിക്കുമെതിരെ കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. MV ഗോവിന്ദനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് K സുധാകരൻ പറഞ്ഞു. ദേശാഭിമാനി വാർത്ത ഏറ്റുപിടിച്ച് K സുധാകരനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച MV ഗോവിന്ദനും CPM-ഉം വെട്ടിലായി. ഗോവിന്ദന്റെ ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തന്നെ തള്ളിപ്പറഞ്ഞതോടെ പ്രതിപക്ഷം ശക്തമായി രംഗത്തിറങ്ങി. രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലാതാക്കാൻ എത്ര ഹീനമായ നീക്കത്തിനും CPM തയ്യാറാകുമെന്നതിന്റെ തെളിവാണ് ഇതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗോവിന്ദനെതിരെ പോലീസ് കേസെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം നിയമവഴികൾ തേടും. ആഭ്യന്തരമന്ത്രി ചമയുകയും സൂപ്പർ DGP ചമയുകയും ചെയ്യാണ് MV ഗോവിന്ദൻ. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നത് MV ഗോവിന്ദനാണോ? ഇങ്ങനൊരു മൊഴിയുണ്ടെന്നുള്ള കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ക്രൈംബ്രാഞ്ച് തന്നെ ഇങ്ങനെ ഒരു മൊഴിയില്ല എന്ന് വെളിപ്പെടുത്തി എനിക്ക് പുതിയ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ പച്ചക്കള്ളമാണ് ദേശാഭിമാനിയും MV ഗോവിന്ദനും ആവർത്തിച്ചത് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഒരു 75 വയസ്സ് പ്രായമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ മുന്നണിയിൽ നിൽക്കുന്ന ശ്രീ K സുധാകരനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ച ദേശാഭിമാനിക്കെതിരായും അതുപോലെ തന്നെ അത് ആവർത്തിച്ച ശ്രീ MV ഗോവിന്ദനെതിരായും കേസെടുക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. CPM-ന്റെ അശ്ലീല പാർട്ടി സെക്രട്ടറിയോടെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട K സുധാകരൻ MV ഗോവിന്ദനെതിരെ ആഞ്ഞടിച്ചു. ഇതിന് ഗോവിന്ദൻ മാഷെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക, അതിലൊരു തർക്കമില്ല. ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ടെങ്കിൽ, ഇവിടെ നീതിന്യായ പീഠം എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനം ഉണ്ടെങ്കിൽ, ഇവിടെ നീതി നിഷേധമില്ല, ഏത് നിഷേധം ഇല്ല, നീതി ഉണ്ട് എങ്കിൽ അദ്ദേഹം ഇതിന് കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗൂഢാലോചനയിൽ പ്രധാന റോൾ MV ഗോവിന്ദൻ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം. ഇത്തരമൊരു കേസ് ഫ്രെയിം ചെയ്തതിന്റെ പിന്നിൽ ക്ലിയർ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് ഗോവിന്ദ മാഷിന്റെ പ്രസ്താവനയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ക്ലിയർ രാഷ്ട്രീയ ഗൂഢാലോചന, പൊളിറ്റിക്കൽ കോൺസ്പിറസി. ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് എന്ന് വ്യക്തമാക്കാൻ CPM നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം CPM-നും അതിന്റെ സെക്രട്ടറിക്കുമെതിരെ ലഭിച്ച ആയുധം പരമാവധി ശക്തിയോടെ പ്രയോഗിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിലും പോക്സോ കേസിലും KPCC പ്രസിഡന്റ് K സുധാകരന്റെ പേര് പറയാൻ ക്രൈംബ്രാഞ്ച് DYSP നിർബന്ധിച്ചു എന്നാണ് മോൻസന്റെ ആരോപണം. K സുധാകരന്റെ വലം കൈ എബിൻ എബ്രഹാം മോൻസണിൽ നിന്ന് പണം കൈപ്പറ്റിയതിന്റെ രേഖകളുണ്ടെന്ന് പരാതിക്കാരൻ ഷമീർ വെളിപ്പെടുത്തി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് മോൻസന്റെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ K സുധാകരന്റെ പേര് പറയാൻ ക്രൈംബ്രാഞ്ച് DYSP രസ്തം ഭീഷണിപ്പെടുത്തി. K സുധാകരന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭാര്യയും മക്കളും ജീവനോടെ ഉണ്ടാവില്ലെന്നായിരുന്നു ഭീഷണി. കോടതിയിൽ നിന്ന് പോകും വഴി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിനടുത്ത പെട്രോൾ പമ്പിൽ വെച്ചായിരുന്നു സംഭവം. അനൂപിന്റെ പണം വാങ്ങിയത് സുധാകരന് കൊടുക്കാനാണെന്ന് പറയണമെന്ന് നിർബന്ധിച്ചു. പോക്സോ കേസിൽ പീഡനം നടക്കുന്ന സമയത്ത് സുധാകരൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന് പറയണമെന്ന് DYSP ആവശ്യപ്പെട്ടതായും മോൻസൺ കോടതിയിൽ പറഞ്ഞു. മോൻസന്റെ പരാതി ജയിൽ മേധാവി വഴി എഴുതി നൽകാൻ കോടതി നിർദ്ദേശം നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ പീഡന സമയത്ത് ഇപ്പോഴാരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരും കൂടെ പറയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വീഡിയോ കോൺ. അതെ 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 യെസ്, പോക്സോ കേസിൽ പീഡന സമയത്ത് അവിടെ ഉണ്ടാവണമെന്ന് മൊഴി നൽകണമെന്ന് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ്
ഇപ്പോൾ കോടതിയിൽ VC വഴി പറഞ്ഞത്. പിന്നെ 25 ലക്ഷം രൂപ കൈപ്പറ്റിയതായിട്ടും മൊഴി പറയണമെന്നാണ് VC വഴി അദ്ദേഹം പറഞ്ഞത്. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പരാതിക്കാർ ക്രൈംബ്രാഞ്ചിൽ മൊഴി നൽകി. മോൻസണിൽ നിന്ന് സുധാകരന്റെ സഹായി എബിൻ പണം കൈപ്പറ്റിയതിന് തെളിവുണ്ട്. സുധാകരൻ പണം കൈപ്പറ്റുന്നത് തങ്ങൾ കണ്ടിട്ടില്ല. സുധാകരൻ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാണ് പണം കൊണ്ടുവന്നത്. എബിൻ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും പരാതിക്കാരനായ ഷമീർ പറഞ്ഞു. മോൻസന്റെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഇദ്ദേഹത്തിന്റെ ഈ PA എന്ന് പറയുന്ന എബിൻ എബ്രഹാം മാസപ്പടി വാങ്ങാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. സുധാകരൻ അനൂപിൽ നിന്ന് പണം വാങ്ങുമ്പോഴും ഈ പറയുന്ന നവംബർ 22, 2018 എബിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. കൂടാതെ അവിടെ 8 തവണ സുധാകരൻ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹമുണ്ട്. ഈ എബിൻ മോൻസന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമല്ല, മോൻസന്റെ ജീവനക്കാരനായ ജോഷി, അജിത്ത്, ജെയ്സൺ, അതേപോലെ മറ്റ് 2 സ്റ്റാഫുകളുടെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായി ഇദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 164 കൊടുത്ത സാക്ഷികളെ ഇദ്ദേഹം സ്വാധീനിച്ചതിന്റെ വാട്സപ്പ് ചാറ്റുകൾ വരെയുണ്ട്. മോൻസണുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ കെ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞുമാറിയ സുധാകരൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഹർജി പരിഗണിച്ച കോടതി സുധാകരന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാന എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫലം പ്രഖ്യാപിച്ചു. കണ്ണൂർ സ്വദേശി സഞ്ജയ് P. നല്ലാറിനാണ് 1ാം റാങ്ക്. ആഷിഖ് സ്റ്റെനിക്ക് 2ഉം ഫ്രെഡി ജോർജിന് 3ഉം റാങ്കുകൾ ലഭിച്ചു. ഇക്കുറി റെക്കോർഡ് വേഗത്തിലാണ് ഫലപ്രഖ്യാപനം നടന്നത്. കണ്ണൂർ സ്വദേശി സഞ്ജയ് P. മല്ലാർ 1ാം റാങ്ക് നേടിയിരിക്കുന്നു. സഞ്ജയ് P. മല്ലാർ സ്കോർ 600-ൽ 583.6440. കോട്ടയം സ്വദേശി ആഷിഖ് സ്റ്റെന്നി 2ാം റാങ്ക് നേടിയിരിക്കുന്നു. സ്കോർ 600-ൽ 575.7034. കോട്ടയം സ്വദേശി ഫ്രെഡി ജോർജ് റോബിനാണ് 3ാം റാങ്ക് നേടിയിട്ടുള്ളത്. സ്കോർ 600-ൽ 572.7548. ലേക്ക് ഷോർ അവയവദാന കേസിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഉടുമ്പൻചോല സ്വദേശി എബിനോട് ആശുപത്രികൾ ചെയ്ത ക്രൂരത വെളിവാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് പോലും പര്യാപ്തമല്ലാത്ത വിധം ഹൃദയം വികൃതമാക്കപ്പെട്ടു. അപകടശേഷം 3 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും എബിന്റെ തലച്ചോറിൽ അകത്തും പുറത്തുമായി 120 മില്ലിഗ്രാം രക്തം കെട്ടിക്കിടന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അവയവങ്ങൾ നീക്കം ചെയ്തതെന്നും അവയവമാറ്റ രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ഹാജരാക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ ആശുപത്രിയിലെത്തിച്ചു. 3 ദിവസം ചികിത്സ നൽകിയെങ്കിലും തലച്ചോറിലെ ആന്തരിക രക്തസ്രാവം നീക്കാൻ പോലും ആശുപത്രികൾ ശ്രമിച്ചില്ലെന്ന ഗുരുതര കണ്ടെത്തലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. തലച്ചോറിന് പുറത്ത് 40 മില്ലിലിറ്റർ രക്തവും തലച്ചോറിനുള്ളിൽ 80 മില്ലിലിറ്റർ രക്തവും കട്ട പിടിച്ചു കിടക്കുന്നു. തലയ്ക്ക് ക്ഷതമേൽക്കുന്ന അപകടങ്ങളിൽ ചെയ്യുന്ന പ്രാഥമിക ചികിത്സാക്രമം 2 ആശുപത്രികളും നടത്താത്തത് ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്ത വിധം ഹൃദയം വികൃതമാക്കപ്പെട്ടിരുന്നു. ഇതിലെ ദുരൂഹതയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിരൽ ചൂണ്ടുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വൃക്കയും കരളും അടക്കമുള്ള അവയവങ്ങൾ നീക്കം ചെയ്തതെന്നും അവയവമാറ്റ രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് ഹാജരാക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ മരണകാരണം വ്യക്തമാക്കാതെയാണ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത്. എന്നാൽ ഇക്കാര്യങ്ങൾ മറന്ന് കേസ് അവസാനിപ്പിക്കാനായി 1 വർഷത്തിനുള്ളിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതും അമ്പരപ്പിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് പോലീസ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡോക്ടർ P. സഞ്ജയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നുമില്ല. ന്യൂസ് 18 കൊച്ചി. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് നടന്നു. മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിവീശി, പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് വീണ്ടും പനിമരണം. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി ദാസന്റെ മകൻ ഗോകുലാണ് മരിച്ചത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ പറഞ്ഞു.
ഇതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ വിശദമായിട്ട് നമുക്ക് അതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാൻ കഴിയും. അതിനുശേഷം അതിൻ്റെ പ്രിക്കോഷനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇന്ന് ആ ഏരിയയിലൊക്കെ ഫീവർ സർവേ നടക്കുന്നുണ്ട്. നാളെ അവിടെ ഒരു ഫീവർ ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. സമാന രീതിയിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ സാമ്പിള് ഈ കുട്ടിയുടെ അയച്ച പോലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ രക്ഷ ആക്ടിവിറ്റീസും കാര്യങ്ങളും തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഹോസ്പിറ്റൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ മേജർ ഹോസ്പിറ്റലും ഡെങ്കി വാർഡ് കൊടുക്കാനില്ല ഹോസ്പിറ്റലുണ്ട്. എല്ലാ സെക്രട്ടറിമാരും ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഡ് സ്റ്റോറേജുകളിൽ നമ്മൾ പെരിന്തൽമണ്ണയിലും അതേപോലെ തിരൂരും നിലമ്പൂരും ബ്ലഡ് ബാങ്കുകളിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പ് നടത്തി ബ്ലഡ് കളക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെ ഒറ്റ ദിവസം 10,000-ലേറെ പേർ ചികിത്സ തേടിയെന്നാണ് അനൌദ്യോഗിക കണക്ക്. 18 ദിവസത്തിനിടെ പനി ബാധിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. ഇന്നലെ പത്തനംതിട്ടയിൽ 2 പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു. എല്ലാ ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി പ്രതിരോധ മരുന്ന് കഴിക്കാൻ എല്ലാവരും തയ്യാറാകണം. പനി കണക്കുകൾ നൽകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്ന കാര്യം ഓരോ ജില്ലയിലും ഏതാണ് അഫക്റ്റഡ് ഏരിയ, എവിടെയാണ് വ്യാപനമുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ഇടങ്ങളിൽ അതാത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിരോധ നടപടികൾ ശക്തമാക്കണം, ഊർജിതമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഫീൽഡ് തലത്തിലുള്ള ആക്ടിവിറ്റീസ് ശക്തിപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ഈ 2 കാര്യം, പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ എലിപ്പനിക്ക് നമ്മൾ കാണുന്നത് ഈ കാഫ് മസിൽസിന്, ഇപ്പോൾ പനിയില്ലാതെ കാഫ് മസിൽസ്, അതായത് കാലിൻ്റെ മുട്ടിന് പുറകിലെ മസിൽസിന്, മുട്ടിന് താഴെ ഉള്ള കാലിന് പുറകിലെ മസിൽസിൻ്റെ ഒരു വേദന വരും, കാഫ് മസിൽസ്. അത് ഇതിൻ്റെ സിംറ്റംസിൽ ഉള്ളതാണ്. പക്ഷേ അത് മാത്രം വരുന്നവർക്കും പിന്നീട് എലിപ്പനി പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. AI ക്യാമറ വിവാദത്തിൽ പൊതു താൽപര്യ ഹർജി നൽകി VD സതീശനും രമേശ് ചെന്നിത്തലയും. മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണും തമ്മിലുള്ള കരാറുകൾ റദ്ദാക്കണമെന്നാണ് ആവശ്യം. ടെൻഡറിന് യോഗ്യതയില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കോട്ടയം പൂവൻതുരുത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇതര സംസ്ഥാന തൊഴിലാളി തലയ്ക്കടിച്ചു കൊന്നു. കങ്ങഴ സ്വദേശി ജോസ് കുര്യനാണ് കൊല്ലപ്പെട്ടത്. അസം സ്വദേശി മനോജ് ബർവെയാണ് പ്രതി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. റബ്ബർ ഫാക്ടറിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കടന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് 1410 ഗുരുതര ക്രമക്കേടുകളെന്ന് കണ്ടെത്തൽ. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിലാണ് സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ബാങ്ക് ജീവനക്കാരും ബോർഡംഗങ്ങളും ചേർന്ന് ഗഹാൻ നടത്താതെയും ഈടില്ലാതെയും പ്രമാണങ്ങളുടെ പകർപ്പുകൾ മാത്രം വെച്ചാണ് ലക്ഷങ്ങൾ വായ്പ നൽകിയിരിക്കുന്നത്. 22 കോടി രൂപയോളം അനധികൃത ഹെഡിൽ വകമാറ്റിയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ബാങ്കുകൾക്ക് കോടികളുടെ മൂലധന ശോഷണം സംഭവിക്കുന്നുവെന്നും കണ്ടെത്തലുണ്ട്. അംഗങ്ങൾക്ക് വായ്പ നൽകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കണ്ടല്ലൂർ ഫാമേഴ്സ് സഹകരണ സംഘം 1410 പ്രവർത്തനം. ബാങ്കിന് ഭീമമായ നഷ്ടം വരത്തക്ക രീതിയിൽ യഥാർത്ഥ വസ്തുവിന്റെ മൂല്യത്തെക്കാൾ 50% ഈടിന്റെ മൂല്യം ഇരട്ടിച്ചു കാണിച്ചാണ് പല വായ്പകളും ഭരണസമിതി ഇഷ്ടക്കാർക്കായി നൽകിയിട്ടുള്ളത്. റവന്യൂ രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയ വസ്തു പണയമായി സ്വീകരിച്ചു പോലും വായ്പകൾ അനുവദിച്ചിരിക്കുന്നു. മെമ്പർ നമ്പർ 5491 ദിലീപ് കുമാർ എന്നയാൾക്ക് 8 സെന്റ് നിലത്തിന് 23 ലക്ഷം രൂപയാണ് വായ്പയായി നൽകിയത്. മുജീബ് എന്ന വ്യക്തിക്ക് 20 സെന്റിൽ താഴെ നിലത്തിന് 25 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. MOD 3/19-20 സ്മിത എന്ന വ്യക്തിക്ക് 24 ലക്ഷം രൂപ അനുവദിച്ച വായ്പയ്ക്ക് യഥാർത്ഥ പ്രമാണം പോലും ഈടായി വാങ്ങിച്ചിട്ടില്ല. ബോർഡംഗം സുജിത് സുകുമാറിന്റെ ഭാര്യ ആരതി ഗോപാലിന് ഗഹാൻ പോലും നടത്താതെ ആധാരത്തിന്റെ പകർപ്പ് മാത്രം വാങ്ങിവെച്ചാണ് 10 ലക്ഷം രൂപ നൽകിയതെന്നടക്കം ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലാണ് 22 കോടി രൂപയുടെ അഡ്വാൻസ് ഹെഡിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. രേഖകളില്ലാതെ ഒട്ടനവധി വായ്പ നൽകിയതിനെ കുറിച്ച് 21-22 വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് 3.26 നിലത്തിന് 23 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗഹാനില്ലാതെ
സംഘത്തിലെ ഭരണസമിതി അംഗം സുജിത്തിന്റെ ഭാര്യയുടെ പേരിൽ 10 ലക്ഷം രൂപയാണ് ലോൺ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിന് പ്രമാണത്തിന്റെ പകർപ്പ് മാത്രമാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വ്യക്തിക്ക് 24 ലക്ഷം രൂപ പ്രമാണത്തിന്റെ കോപ്പി മാത്രം വെച്ച് നൽകിയിരിക്കുന്നു. മറ്റൊരു ഭരണസമിതി അംഗമായ സിദ്ധാർത്ഥിന്റെ വസ്തു ഈട് നൽകി അനുവദിച്ചിരിക്കുന്നത് 24 ലക്ഷം രൂപയാണ്. ഭരണസമിതി അംഗങ്ങൾ ജാമ്യം നിന്ന നിലയിൽ ബാങ്കിന് കുടിശ്ശിക വരുത്തിയാൽ അയോഗ്യനാക്കണമെന്ന നിയമം നിലനിൽക്കെ പലിശ കുടിശ്ശിക ഇനത്തിൽ മാത്രം 8,94,169 രൂപ ഈ വായ്പയിന്മേൽ ബാങ്കിന് ലഭിക്കാനുണ്ട്. യാതൊരു നടപടിയുമില്ലാതെ സിദ്ധാർത്ഥൻ ഭരണസമിതി അംഗമായി തുടരുന്നു. 22 കോടിയോളം അനധികൃത ഹെഡിലൂടെ വകമാറ്റിയതിനു പുറമെ ബാങ്കിന്റെ മൂലധന ശോഷണം 4,66 ലക്ഷവും സംഘത്തിന്റെ അറ്റനഷ്ടം 5,79 ലക്ഷവുമാണ്. സഹകരണ വകുപ്പ് ഓഡിറ്റർ ലിജി 28/12/2022 ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള ഗുരുതര കണ്ടെത്തലുകൾ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരെ ED രജിസ്റ്റർ ചെയ്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കണ്ണൂർ അഴീക്കോട്ടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ബാച്ച് അനുവദിക്കാൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു KM ഷാജിക്കെതിരെയുള്ള പരാതി. ഈ പരാതിയിൽ 3 വർഷം മുൻപ് 2020 വിജിലൻസ് KM ഷാജിക്കെതിരെ കേസെടുത്തത്. ഈ കേസിൽ EDയുടെ തുടർ നടപടികളും ഹൈക്കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഷാജിയുടെ ഭാര്യ ആശയുടെ 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഏപ്രിലിൽ ED കണ്ടുകെട്ടിയിരുന്നു. കോഴപ്പണം ഉപയോഗിച്ച് ഷാജി ഭാര്യയുടെ പേരിൽ നിർമ്മിച്ചെന്ന് ED കണ്ടെത്തിയ കക്കോടിയിലെ വീടടക്കമുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരുന്നത്. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരെ പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങര. VD സതീശൻ വിദേശ സംഭാവന നിയന്ത്രണ നിയമം തെറ്റിച്ചതിന്റെ തെളിവുകളുണ്ട്. തെളിവുകൾ വിജിലൻസ് സംഘത്തിന് കൈമാറും. പണമിടപാടിൽ ക്രമക്കേടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ വ്യക്തമായി അന്വേഷിക്കാൻ കഴിയൂ എന്നും കേസ് കോടതി തള്ളി എന്ന് സതീശൻ തെളിയിച്ചാൽ പരാതികളെല്ലാം പിൻവലിക്കാമെന്നും ജെയ്സൺ പറഞ്ഞു. കേസിൽ വിജിലൻസ് സംഘത്തിന് മുന്നിൽ ജെയ്സൺ മൊഴി നൽകി. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി മഴ ലഭിച്ചേക്കുമെന്നായിരുന്നു സൂചന. 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രമാണ് സാധ്യത പ്രവചിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കുറഞ്ഞെങ്കിലും കാലവർഷം ശക്തമായിട്ടില്ല. ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് കരുതുന്നത്. കനത്ത മഴയെ തുടർന്ന് ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട്. OMR റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചെന്നൈയിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുന്നു. 10 വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. ചെന്നൈക്ക് പുറമെ കാഞ്ചീപുരം, വെല്ലൂർ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, റാണിപ്പേട്ട് എന്നിവിടങ്ങളിലും ശക്തമായ മഴയാണ്. ഈ 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വാർത്തകൾ തുടരുന്നു. ഇന്ന് വായനാ ദിനമാണ്. PN പണിക്കരുടെ ചരമദിനം. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ലൈബ്രറിയായ കോട്ടയം CMS കോളേജ് ലൈബ്രറിക്ക് ഇനി ആധുനിക മുഖമാണ്. ആദ്യകാലത്തെ അമൂല്യ ഗ്രന്ഥങ്ങളും രേഖകളും അടക്കം ആധുനിക രീതിയിലാണ് ഇനി സംരക്ഷിക്കുക. രണ്ട് നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അറിവിന്റെ അക്ഷയ കേന്ദ്രമാണ് നവീകരിച്ചത്. അത്രത്തോളം തന്നെ പഴക്കമുള്ള രേഖകളും ഗ്രന്ഥങ്ങളും നശിക്കാതിരിക്കാൻ ആധുനിക സംവിധാനമായി കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങളുമായാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജിലെ ലൈബ്രറി നവീകരിച്ചത്. ഒരുപാട് അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളും അതിന്റെ രേഖകളും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ രേഖകളും ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഈ കാലഘട്ടം കൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഇതിനെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് കൺസർവ് ചെയ്യുക, പ്രിസർവ് ചെയ്യുക, അതുപോലെ തന്നെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതിനെ വീണ്ടെടുക്കുക എന്നുള്ളത്. ഈ സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഈ നവീകരണത്തിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21,000 സ്ക്വയർ ഫീറ്റിലുള്ള ലൈബ്രറിയെ കൂടാതെ കാടിന്റെ സ്വച്ഛതയിൽ പുസ്തകം വായിക്കാൻ 7 സെന്റിൽ വിദ്യാവനവും ഒരുക്കിയിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനുകളിൽ കാണുന്ന മാതൃകയിൽ കുട്ടികളുടെ ഐഡന്റിറ്റി കാർഡുകൾ സ്വൈപ്പ് ചെയ്താണ് പ്രവേശനം. എല്ലാ തരത്തിലുള്ള ബുക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏത് ബുക്ക് വേണമെന്ന് നമുക്ക് തീരുമാനിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള ബുക്കുകളും ഉണ്ട്. ഫ്രീ ടൈം ഒക്കെ കിട്ടുവാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പുസ്തകം വായിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് വായിക്കാൻ സാധിക്കും. 1,00,000 പുസ്തകങ്ങളും അതിലധികം ഡിജിറ്റൽ പുസ്തകങ്ങളുമാണ് നവീകരിച്ച ലൈബ്രറിയിൽ ഉള്ളത്.
കോളേജ് രൂപീകരിച്ച ഭക്ഷ്യനയത്തിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളുള്ള ഫുഡ് കോർട്ടും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3527 രൂപ. കരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. കാട്ടാനകളുടെ കുളി മുതൽ ആക്രമണം വരെ പലതരം വീഡിയോകൾ വരാറുണ്ട്. പക്ഷേ ഉറങ്ങുന്ന കാട്ടാന, അതും നടു റോഡിൽ കിടന്നുറങ്ങുന്ന കാട്ടാന, അത്തരം ഒരു അപൂർവ ദൃശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ഈ ദൃശ്യങ്ങളോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. Good job.